ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മളിത് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഇപ്പൊ അവർക്ക് ലാസ്റ്റ് മന്ത്സിലെ എക്സാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വെക്കേഷൻസ് ആണ് ഉള്ളത്. നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫും നന്നായിട്ട് പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ എനിക്ക് മാത്രം എന്താ ഇത്രയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് ഹീറോയിൻ ചിന്തിക്കുകയാണ്. എന്റെ 17ാമത്തെ വയസ്സിലും ഒരു ചെറിയ പയ്യനായി തന്നെ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എത്രയൊക്കെ പ്രശ്നങ്ങളും പെയിനും ഫേസ് ചെയ്യേണ്ടി വന്നാലും അതെല്ലാം ഞാൻ ഫേസ് ചെയ്യുമെന്ന് നമ്മുടെ ഹീറോയും വളരെ ബോൾഡ് ആണുള്ളത്. കട്ട് ചെയ്താല് എക്സാം കഴിഞ്ഞു. ഇപ്പോ വെക്കേഷന് ഇവരുടെ ഗ്രാമത്തിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവിടെയാണുള്ളത്. ഇവിടെ ഫ്ലഡ് വന്നതുകൊണ്ട് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നനഞ്ഞു പോയിരിക്കുകയാണ്. അതെല്ലാം റെഡിയാക്കാൻ വൃത്തിയാക്കാനും അവരെല്ലാം സഹായിക്കുന്നുണ്ട്. ഹീറോയിനും ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന പോലെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചേച്ചി മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ കുറച്ച് നാൾ സ്റ്റേ ചെയ്തിരുന്നു. അടുത്തുള്ള പ്ലേസിൽ പോയി എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് കരുതി ഒരു കടക്കാരി ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ചേച്ചി പറയാണ്, ബേയു എപ്പോഴും തനിച്ച് സ്കൂളിലേക്ക് പോയി വരൂ. നല്ല കുട്ടിയാണ്, നല്ല ടാലന്റ് ഉണ്ട്, നന്നായിട്ട് ഡാൻസ് കളിക്കും. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവളുടെ ജൂനിയർ സ്കൂളിൽ നിന്ന് അവൾ പുറത്താക്കി. അവളുടെ സൗന്ദര്യം കാരണം അവൾ കുറെ അധികം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പാവം കുട്ടി ഇപ്പൊ ചെറിയ വയസ്സിൽ മരിച്ചും പോയി എന്ന് അവർ വളരെ സാഡായിട്ട് പറയാണ്. ഇതെല്ലാം കേട്ടറിഞ്ഞിട്ട് ഹീറോയിൻ ചേച്ചിയുടെ റൂമിലേക്കാണ് വരുന്നത്. അവിടെ ഒരു ആൽബം ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഫോട്ടോസ് ഒന്നുമില്ല. ചേച്ചി, അച്ഛൻ, അമ്മ ആ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ചോക്ലേറ്റിന്റെ ബോക്സ് ഇരിക്കുന്നുണ്ട്. ചേച്ചി പോയിട്ട് നാട്ടിലേക്ക് വരുമ്പോ ഇവർക്ക് വേണ്ടി വാങ്ങി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവള്. ചേച്ചി അപ്പോ അത്രയ്ക്ക് ചീത്ത പെണ്ണോന്നല്ല. ചേച്ചിയുടെ മരണത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അതിപ്പോ നമ്മുടെ ഹീറോയിനും മനസ്സിലാകുവാണ്. ഇവിടെ ഹീറോയെ കാണിച്ചാല് ഫ്രണ്ട്സുമായിട്ട് അവൻ കളിക്കാൻ വന്നിരിക്കുമായിരിക്കും. അവന്മാര് ബേയുടെ ഫോട്ടോ കാണിച്ചിട്ട്, സൂയും വില്ലേജില് ഈ പെണ്ണുണ്ടായിരുന്നടാ, ഫേമസ് ആണ്, എന്ത് ഭംഗിയാ കാണാനല്ലേ. എനിക്ക് തോന്നുന്നു ആ നാട്ടിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വന്ന ഷിങ്കു ആണ് അവളുടെ അനിയത്തി എന്ന്. എന്ത്, നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാരണമെന്ന് ജോ ചോദിച്ചാല്, ഒരു കാലത്തില് എന്റെ ബ്രദർ ബെയ്യുവിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. ആ ബെയ്യുവിന് ഒരു അനിയത്തി ഉണ്ട്. അവളെ പോലെ തന്നെ സുന്ദരിയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആ സുന്ദരിയായ പെണ്ണ് നമ്മുടെ ഷിങ്കു ആയിക്കൂടാ എന്ന് ഇവന്മാരും ഓരോന്നൊക്കെ സംസാരിക്കുന്നത് കേട്ട് നമ്മുടെ ഹീറോയ്ക്ക് നല്ലപോലെ ടെൻഷൻ ആകുന്നുണ്ട്. ബോൾ എടുത്ത് എറിഞ്ഞിട്ട് ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോകും. പുറത്തേക്ക് വന്നവൻ, നിന്റെ ചേച്ചി മരിച്ച കാര്യം സ്പ്രെഡാക്കിയത് ഞാനല്ല, അതാരാണ് സ്പ്രെഡ് ചെയ്തതെന്ന് നിനക്കറിയണോ? ഫ്രീ ആകുമ്പോ റിപ്ലൈ താ. ഹോളിഡേയ്സ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ സെലക്ട് ചെയ്ത ഗ്രൂപ്പിന് അവന്റെ അച്ഛൻ സൈൻ ചെയ്ത് കൊടുത്തില്ലല്ലോ. ഇവന്മാരെല്ലാവരും കൂടി എങ്ങനെയെങ്കിലും കോപ്പി സൈൻ ചെയ്ത് ഒപ്പിച്ചിടാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോ ചിന്തിക്കുകയാണ്, അവന്റെ അച്ഛനോട് അവൻ ദേഷ്യത്തിൽ സംസാരിച്ചപ്പോ എന്നോടുള്ള ദേഷ്യത്തിന് നിന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യാൻ പോകുവാണോ എന്ന് അവനോട് ചോദിച്ചില്ലേ? ആ ഒരു ചോദ്യമാണ് അവന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം ആലോചിച്ച് നിന്നവൻ അത് ചേഞ്ച് ചെയ്യണമെന്ന് തീരുമാനം എടുക്കുകയാണ്. ആ ആപ്ലിക്കേഷനും എടുത്ത് മാറ്റുന്നുണ്ട്. അതായത് അവൻ അച്ഛൻ പറഞ്ഞ പോലെ സയൻസ് പഠിക്കാൻ പോകുന്നു എന്നാ തോന്നുന്നത്. ഇവിടെ ഹീറോയിന്റെ അടുത്ത് അവളുടെ അച്ഛനെയും അമ്മയെയും കാണിച്ചാല്, ഈ പഴയ വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ ജോലിയും പോവാതിരുന്നെങ്കിൽ എല്ലാവരും സന്തോഷത്തോടെ ഇവിടെ തന്നെ കഴിഞ്ഞിരുന്നേനെ. കുട്ടികളെ വളർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു. ബേയു നമ്മളെ വിട്ടു പോകില്ലായിരുന്നു. അവൾക്ക് ആ ഒരു ഗതിയും വരില്ലായിരുന്നു എന്ന് അച്ഛൻ വളരെ ഫീൽ ചെയ്ത് പറയുന്നുണ്ട്. ആക്ച്വലി അച്ഛനും അമ്മയ്ക്കും അവരുടെ 3 മക്കളെ ഒന്നിച്ച് വളർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവരുടെ ചേച്ചി നിയാം വില്ലേജിലേക്ക് വന്ന് താമസിച്ചിരുന്നു. അങ്ങനെ പിരിഞ്ഞു പോയത് ഞാനോ നീയോ ആയിരുന്നെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നമ്മളും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്ന് അവള് പറയാണ്. വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുമ്പോൾ അച്ഛന് ചേച്ചിക്ക് കിട്ടിയ ഒരു അവാർഡ് കയ്യിൽ കിട്ടുന്നുണ്ട്. ആ സമയത്തൊക്കെ അവർ വളരെ ബിസി ആയിരുന്നത് കൊണ്ട് ചേച്ചി ഇവരോട് അത് പറഞ്ഞിരുന്നില്ല. എന്റെ അച്ഛൻ എന്നോട് നിന്റെ മോളെ എനിക്ക് നോക്കാൻ കഴിയില്ല, കൂട്ടിക്കൊണ്ടു പോയെന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നിരുന്നേനെ. ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു, നമുക്കും വളരെ സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു എന്നൊക്കെ അച്ഛൻ ഫീൽ ചെയ്യുകയാണ്. ഇവിടെ ഹീറോയിനും ഇതെല്ലാം എങ്ങനെയാണ് തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവസാനം എല്ലാവരും ബെയ്യു ആണ് കുറ്റക്കാരി എന്ന് പറഞ്ഞത്. ആദ്യമൊക്കെ അച്ഛൻ വളരെ ദേഷ്യപ്പെടുമായിരുന്നു. അമ്മ എന്തിനും തലാട്ടുക മാത്രമേ ചെയ്യുള്ളൂ. എനിക്കും അവളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. എങ്ങനെയാണോ അവൾ അതെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോയത് എനിക്കറിയില്ല. അത് ആലോചിക്കുമ്പോഴേ എനിക്ക് വെറുപ്പ് തോന്നുന്നുവെന്ന് ഹീറോയിൻ പറയാണ്. നൈറ്റ് ഇവരുടെ വീട്ടിലേക്ക് അങ്കിളും ആന്റിയും വരുന്നുണ്ട്. ഈ ആന്റിക്കാണ് മെന്റലിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളത്. അവര് നമ്മുടെ ഹീറോയിനെ കണ്ടതും ബെയ്യു ഒന്ന് വിളിച്ചിട്ടേ ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ്. വളരെ ടൈറ്റ് ആയിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ഓടി വന്ന് ഒരു വിധത്തിൽ ആന്റിയെ പിടിച്ചു മാറ്റുന്നുണ്ട്. നോക്ക്, ഈ പൂക്കള് കാണാൻ എന്ത് ഭംഗിയാ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞ് ഹീറോയിന് അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ആന്റിയെ റൂമിലേക്ക് പറഞ്ഞയച്ചു. കുറച്ചു കഴിഞ്ഞ് അച്ഛൻ, അമ്മ, അങ്കിൾ ഇരുന്ന് ഡിന്നർ കഴിക്കുന്നുണ്ട്. ഷിങ്കു എത്ര പെട്ടെന്നാ വളർന്നത് എനിക്കേ മനസ്സിലായില്ല. ഞാൻ ആദ്യം അവള് ബെയ്യു ആണെന്നാ വിചാരിച്ചത്. എത്ര പെട്ടെന്നാ കാലങ്ങൾ കടന്നു പോകുന്നേന്ന് അങ്കിള് പറഞ്ഞതും അമ്മയ്ക്ക് ഇത് കേട്ട് ഒരുമാതിരി ആകുന്നുണ്ട്. അവർ എഴുന്നേറ്റ് പോകുവാണ്. അവളുടെ ചേച്ചി അത്രയ്ക്ക് മോശക്കാരി അല്ലായിരുന്നു. ആന്റിയുമായിട്ട് ചേച്ചിക്ക് ഒരു നല്ല ബോണ്ട് ഉണ്ടായിരുന്നു.
ആയിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആന്റി ചേച്ചിക്കായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവള് മരിച്ചു പോയതിനു ശേഷമാണ് അവരുടെ അസുഖം ഒന്നുകൂടി സീരിയസ് ആയതെന്ന് ഹീറോയിൻ അനിയനോട് പറയുന്നുണ്ട്. ഇവിടെ ഹീറോയും ഫ്രണ്ട്സും കൂടി ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ സയൻസ് എടുത്തു, ഇവൻ ആർട്ട് എടുത്തു, നീ എന്താ എടുത്തിരിക്കുന്നതെന്ന് ഹീറോയോട് ചോദിച്ചാല് ഞാനും സയൻസ് എടുത്തിരിക്കുന്നതെന്ന് അവൻ പറയും. നിന്റെ അച്ഛൻ കാരണം നീ സയൻസ് എടുക്കില്ല എന്നാ ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇല്ല, ഇതെന്റെ സ്വന്തം തീരുമാനമാണ്, എനിക്ക് വേണ്ടി ഞാൻ തീരുമാനിക്കുന്നതാണെന്ന് ഹീറോ പറയും. ഇവിടെ ഹീറോയിനെ കാണിച്ചാല് അവളുടെ അടുത്തേക്ക് ആ ലെറ്റർ എഴുതിയ പയ്യനില്ലേ ലിയാങ്, അവൻ വരുന്നുണ്ട്. ഞാൻ എഴുതിയ ലെറ്ററിന് എന്താ നീ മറുപടി തരാതിരുന്നതെന്ന് ചോദിച്ചാല് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് അവൻ പറയും. ഇനി തെറ്റായ അഡ്രസ്സിലേക്കാണോ അയച്ചതെന്ന് ഹീറോയിന് ഡൗട്ട് ആകുന്നുണ്ട്. ഷിങ്ക്യു, നാളെ നമുക്ക് ഒന്നിച്ച് ലൈബ്രറിയിൽ പോയിരുന്ന് പഠിച്ചാലോ, നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, എനിക്കറിയില്ലെങ്കിൽ നീ പറഞ്ഞു തരില്ലേ എന്ന് അവൻ ചോദിക്കും. ലിയാങ്, വളരെ താങ്ക്സ്, നീ എന്റെ കൂടെ പുറത്തു വരാമെന്നാണോ പറയുന്നേ, നീയും എല്ലാം അറിയുന്നതല്ലേ എന്ന് ചോദിച്ചാലേ അതെ, ഞാനും കേട്ടിരുന്നു, പക്ഷേ ബെയ്യു വേറെ നീ വേറെ ഒന്നല്ലല്ലോ, അവള് ചെയ്തതിന് നിന്നെ ഞാൻ എന്തിനു ബ്ലെയിം ചെയ്യണം. എനിക്കറിയാവുന്ന ഷിങ്ക്യു നല്ല കുട്ടിയാണ്, നല്ലപോലെ പഠിക്കുന്ന ടോപ്പ് പേഴ്സണാലിറ്റി ഉള്ള, യാതൊരു തെറ്റും ചെയ്യാത്ത പാവം കുട്ടിയാണെന്ന് പറഞ്ഞതും ഇവൾക്കത് കേട്ട് ഒരുമാതിരി ആകുന്നുണ്ട്. എന്താ നീ പറയുന്നതെന്ന് ചോദിച്ചാല് നീ നിന്റെ ചേച്ചിയെ പോലെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഉടനെ ഹീറോയിനും എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുവാണ്. ഇവൻ ഇങ്ങനെ പറഞ്ഞതൊന്നും അവൾക്ക് തീരെ ഇഷ്ടായിട്ടില്ല. ഇപ്പോ അവൾ ഒരു കമ്പ്യൂട്ടർ സെന്ററിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ചേച്ചിയുടെ അസുഖം കാരണമാണ് ചേച്ചി മരിച്ചു പോയതെങ്കിലോ, എന്നിട്ട് സത്യമെല്ലാവരും നമ്മളോട് മറച്ചു വെക്കുന്നതാണെങ്കിലോ എന്ന് അവൾ ആലോചിക്കുവാണ്. ഇവിടെ ഹീറോ ബാസ്കറ്റ് ബോൾ കളിച്ചു കഴിഞ്ഞ് വെള്ളം കുടിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ഹീറോന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. ലിയാങ് എനിക്ക് അയച്ച ലെറ്റേഴ്സ് നീയല്ലേ മാറ്റിയത്, ക്ലാസ് ലീഡർ പറഞ്ഞു വരുന്ന ലെറ്റേഴ്സിന്റെ ഒക്കെ ഇൻചാർജ് നീയാണെന്ന്. ഞാൻ ഒരു ലെറ്ററും മാറ്റിയിട്ടില്ല, ആവശ്യമില്ലാതെ ഒരു പാവത്തിന്റെ പേലെ ഇങ്ങനെ കുറ്റം ചുമത്തല്ലേ എന്ന് അവനും പറയും. എങ്കിൽ എനിക്ക് നീ ഹെൽപ്പ് ചെയ്യ്, എന്റെ ചേച്ചിയുടെ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് വേണം. ആ റിപ്പോർട്ട് വേണമെന്ന് ലെറ്റർ അയക്കെന്ന് പറഞ്ഞാലേ എനിക്ക് ആ റെക്കോർഡ് വേണമെന്ന് ആവശ്യപ്പെട്ട് മാത്രമേ ലെറ്റർ അയക്കാൻ കഴിയൂ. അതൊക്കെ പോട്ടെ, നീ എങ്ങനെയാ എനിക്ക് താങ്ക് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ ചോദിച്ചാലേ എങ്ങനെ താങ്ക് ചെയ്യണമെന്നാ നീ വിചാരിക്കുന്നതെന്ന് അവള് ചോദിക്കും. അത് കേട്ട് അവന് ചിരിക്കുന്നുണ്ട്. ഡാ, അവൻ ഏതാണ്ട് കുറെ നേരമായി ഫോൺ നോക്കിയിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ഇടയായിട്ട് ചെക്കന് ശരിയല്ല എന്ന് ഫ്രണ്ട്സ് അവനെ നോക്കി കളിയാക്കുവാണ്. നെക്സ്റ്റ് ഹീറോയിന്റെ വീട്ടിലേക്ക് അവളുടെ ആന്റിയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു നേഴ്സ് ആന്റി വരുന്നുണ്ട്. ഹീറോയിൻ അവരെ കണ്ടതും നിങ്ങൾ ഈ വില്ലേജിന്റെ ക്ലിനിക്കിന്റെ ഹെൽത്ത് വർക്കർ അല്ലേ എന്ന് ചോദിച്ചാല് അതെ, 20 വർഷത്തിന് മുകളിലായി ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, ആർക്ക് എന്തൊക്കെ രോഗങ്ങൾ വരാമെന്ന് വരെ എനിക്കറിയാമെന്ന് അവർ പറഞ്ഞതും അപ്പോ ബെയ്യുനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. ബെയ്യുനെ കുറിച്ച് ഇവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ സത്യമായിട്ട് അവൾക്ക് ആ രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് അവർ പറയും. ഇത് കേട്ട് അവൾ ആകെ ക്യൂരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്. ഹുവാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വെക്കേഷൻ ലീവില് അവൾ ഇവിടേക്ക് വന്നിരുന്നു. അപ്പോൾ അവൾക്ക് അബോർഷനായി എന്റെ ക്ലിനിക്കിലേക്കാണ് അവള് വന്നത്. ഈ കാര്യം അമ്മയ്ക്കും അറിയാം. അവളെ വന്ന് കണ്ടതും അവളുടെ മുഖത്ത് നോക്കി അടിച്ചിരുന്നു. 20-ാം വയസ്സിൽ ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ നടന്നത് എന്ത് കഷ്ടാണ്. അതങ്ങനെ പടരാൻ തുടങ്ങി. ഈ പ്രശ്നത്തിൽ നിന്ന് അവൾ തന്നെ പുറത്തു വരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വളരെ ഈസി ആയിട്ട് അവള് വിട്ടുകൊടുത്തുവെന്ന് നേഴ്സ് പറയുവാണ്. ഓക്കെ, അതിന് കാരണം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാല് അതെനിക്കറിയില്ല മോളെ. ഇത്രയൊക്കെ തെളിവുകളും സത്യങ്ങളും ഉള്ളപ്പോ പറഞ്ഞു നടക്കുന്നവരെ നമുക്ക് വായു മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ നേഴ്സും നടന്നു പോകുവാണ്. ഇതോടെയാണ് ഈ പാർട്ടിയോട് അവസാനിച്ചിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.